ഇത് വളരെ ദൗർഭാഗ്യകരമെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം കേരളം ഒന്നാകെ ചർച്ച ചെയ്ത ഇതിനൊരു കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചൊരു കേസാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ആ കുട്ടിയുടെ ചരമവാർഷികം, 4ാം ചരമവാർഷികം കഴിഞ്ഞിട്ട് ജൂൺ 21 തീയതി ആണ് ഈ കുട്ടി മരിക്കുന്നത്. 2021 ജൂൺ 21 തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത്. അവിടെ പോരുവഴിയിലെ ഇയാളുടെ വീട് ചന്ദ്രവിലാസം, അങ്ങനെയായിരുന്നു ആ വീടിൻ്റെ പേര്, എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ചന്ദ്രവിലാസം എന്ന് പറയുന്ന വീട്ടിലെ മുറിക്ക് അകത്തെ ടോയ്ലറ്റ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഈ കിരൺകുമാറാണ് കൊണ്ടുവരുന്നത്. കിരൺ കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷം മുങ്ങിക്കളഞ്ഞു ഇയാൾ. അവിടെ നിന്ന് മുങ്ങി, അങ്ങനെയാണ് സംഭവം. മുങ്ങി അതിനുശേഷം ഇയാൾ പോലീസിൻ്റെ നടപടികൾ കടുത്തപ്പോൾ, അന്ന് അർഷിത അട്ടല്ലൂരിയാണ്. അർഷിത അട്ടല്ലൂരി ഇങ്ങനെയുള്ള കേസുകൾ അങ്ങനെ വിടത്തില്ല. അർഷിത അട്ടല്ലൂരിയാണ് ഒരു സ്ത്രീയാണ് കേസ് അന്വേഷിക്കുന്നത്, അങ്ങനെ ഒരു എന്നുള്ളതാണ്. അതെ, അവരുടെ കടുത്ത നിർദ്ദേശമുള്ളതുകൊണ്ട് പോലീസിൻ്റെ വ്യാപക തിരച്ചിലും പിടികൂടിക്കഴിഞ്ഞാൽ തനിക്ക് കൂടുതൽ ജാമ്യം കിട്ടാൻ പോലും ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വളരെ രഹസ്യമായിട്ട് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങി കീഴടങ്ങി.